നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും സ്വാഗതം. തടസ്സം നിൽക്കരുത്, ഒമാന് നേരെ വീണ്ടും കടുത്ത സൈനിക ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള അമേരിക്കൻ ഉപരോധ നീക്കങ്ങൾക്കും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും തടസ്സം സൃഷ്ടിച്ചാൽ ഗൾഫ് രാജ്യമായ ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോക്സ് ന്യൂസിന് നൽകിയ ഫോൺ അഭിമുഖത്തിനിടെയാണ് അമേരിക്കയുടെ ദീർഘകാല പങ്കാളിയായ ഒമാനെതിരെ ട്രംപ് വിവാദപരമായ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇറാനെതിരെയുള്ള നയതന്ത്ര ചർച്ചകളിൽ തടസ്സം നിൽക്കാൻ ശ്രമിച്ചാൽ ഒമാന് നേരെ കടുത്ത സൈനിക നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപിന്റെ പരാമർശം. അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധം മൂലം ഇറാൻ നിലവിൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലാണ്. വിഷയം പരിഹരിക്കുന്നതിനായി യാതൊരു സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്നും തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരുവിധ തിടുക്കവുമില്ല എന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നയതന്ത്ര സംഘർഷം 6 മാസത്തോടുകൂടി അടുക്കുമ്പോഴും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുവന്ന ചർച്ചകൾ നിലവിൽ സ്തംഭിച്ച അവസ്ഥയിലാണ്. അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിൽ തുടരുന്ന സൈനിക സാന്നിധ്യവും ഇടയ്ക്കിടെയുണ്ടാകുന്ന ഏറ്റുമുട്ടലുകളും എണ്ണ ഉൾപ്പെടെയുള്ള അവശ്യ ചരക്ക് നീക്കത്തെ രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. മധ്യസ്ഥരുടെ പങ്കുവച്ചിരുന്ന ഒമാനെതിരെ ട്രംപ് നടത്തിയ പരാമർശം അന്താരാഷ്ട്ര തലത്തിലും നയതന്ത്ര വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ പിന്തുണച്ചില്ല, ദക്ഷിണ കൊറിയയുമായുള്ള സൈനികാഭ്യാസം വെട്ടിച്ചുരുക്കാൻ ട്രംപിന്റെ നിർദ്ദേശം. ദക്ഷിണ കൊറിയയുമായി വർഷങ്ങളായി തുടരുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങളിൽ അമേരിക്കൻ പങ്കാളിത്തം വെട്ടിച്ചുരുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഇറാനെതിരെയുള്ള US സൈനിക നടപടികളിൽ പങ്കാളികളാകാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഒപ്പം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി തനിക്കുള്ള മികച്ച സൗഹൃദ ബന്ധം ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക സഹകരണം കുറയ്ക്കാൻ കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടി. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ദക്ഷിണ കൊറിയയുമായുള്ള അഭ്യാസങ്ങൾ അതിഭീമമായ സാമ്പത്തിക ബാധ്യതയാണെന്നും അതിൽ വലിയൊരു പങ്കും അമേരിക്കയാണ് നൽകുന്നതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനാണ് സൈനിക അഭ്യാസങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം ട്രംപ് നൽകിയത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനോട് ഇറാന്റെ ആണവ നിരായുധീകരണ വിഷയത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അവർ നിരസിച്ചുവെന്നായിരുന്നു ട്രംപ് തുറന്നടിച്ചത്. ദക്ഷിണ കൊറിയയുമായി അമേരിക്ക നടത്താനിരുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉൾജ് ഫ്രീഡം ഷീൽഡ് സംയുക്ത സൈനിക അഭ്യാസം ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ നിർണായക നീക്കം. താൻ ഭരണത്തിലുള്ളിടത്തോളം കാലം അയൽ രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്താത്ത ഉത്തര കൊറിയയോട് ശത്രുതാപരമായ നിലപാട് കാണിക്കുന്നത് ശരിയല്ല എന്നും കിം ജോങ് ഉന്നുമായി താൻ പലപ്പോഴും നല്ല ഒത്തുപോകലിലാണ് ഉള്ളതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും ഉത്തര കൊറിയയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി സമാന രീതിയിൽ ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക അഭ്യാസങ്ങൾ അമേരിക്ക ലഘൂകരിച്ചിരുന്നു. 7 പതിറ്റാണ്ടിലേറെയായി ഏഷ്യയിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയോടുള്ള ട്രംപിന്റെ ഈ കടുത്ത നിലപാട് അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പാകിസ്ഥാന് പേടി സ്വപ്നമായി BLA, 26 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി അവകാശവാദം. പാക് സൈന്യത്തിനും സുരക്ഷാ സേനയ്ക്കും നേരെ ആക്രമണം ഘടിപ്പിച്ച് വിഘടനവാദ സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലായി 22 ഗറില്ല ആക്രമണങ്ങൾ നടന്നെന്നും 26 പാക് സൈനികരെ വധിച്ചെന്നും BLA അവകാശപ്പെട്ടു. ബലൂചിസ്ഥാന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം സാധ്യമാകുന്നതുവരെ സായുധ പോരാട്ടം തുടരുമെന്ന് സംഘടന വ്യക്തമാക്കി. കാലത്ത്, സുറാബ് എന്നിവിടങ്ങളിൽ നടന്ന IED സ്ഫോടനങ്ങളിൽ മാത്രം 20 സൈനികർ കൊല്ലപ്പെട്ടതായി BLA പ്രസ്താവനയിൽ അറിയിച്ചു. കൂടാതെ ചഗായ്, കാരാൻ, പഞ്ചുഗു, നുഷ്ക്, തുർബത്ത്, ക്വാറ്റ തുടങ്ങിയ ഇടങ്ങളിലെ പോലീസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങളുണ്ടായി. ചഗായിൽ റെയിൽവേ പാളം തകർക്കുകയും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച ചരക്ക് വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ട്. ഗറില്ല യുദ്ധങ്ങളിലും തെരുവു യുദ്ധങ്ങളിലും വിദഗ്ധ പരിശീലനം നേടിയ 1 ലക്ഷത്തോളം വരുന്ന സജീവ പോരാളികൾ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ബലൂച്ച് നേതാവ് മിയർ അർ ബലൂച്ച് അവകാശപ്പെട്ടു. പാക് സൈനിക പോസ്റ്റുകൾ തകർത്ത് പിടിച്ചെടുക്കുന്ന ആധുനിക ആയുധങ്ങളാണ് പോരാട്ടത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ബലൂചിസ്ഥാൻ ജനതയുടെ പൂർണ്ണ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2025 മുതൽ മേഖലയിൽ ആക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചതായി അന്താരാഷ്ട്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ബലൂചിസ്ഥാന്റെ 85% പ്രദേശങ്ങളും നിലവിൽ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് BLA അവകാശപ്പെടുന്നത്. സ്വന്തമായി ദേശീയ പതാകയും ദേശീയ ഗാനവും ബലൂച്ച് ഫാലിസ് എന്ന പേരിൽ കറൻസിയും പ്രഖ്യാപിച്ച് പാകിസ്ഥാന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ സായുധ സംഘടന. വിദേശ ഏജൻസികളുടെ സ്വാധീനം തടയാൻ കർശന നിയമനിർമ്മാണത്തിനൊരുങ്ങി ഇറാൻ പാർലമെന്റ്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ശത്രു രാജ്യങ്ങളുടെയും ഇടപെടലുകളും സ്വാധീനവും തടയുന്നതിനായി വ്യവസ്ഥകൾ ഘടിപ്പിച്ച് ഇറാൻ പാർലമെന്റ്. അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെയോ അവരിൽ നിന്ന് ധനസഹായം കൈപ്പറ്റുന്ന മാധ്യമങ്ങളുടെയോ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നതും ചർച്ചകളിൽ ഭാഗമാകുന്നതും പൂർണ്ണമായും വിലക്കുന്ന പുതിയ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് പാർലമെന്റിന് അംഗീകാരം നൽകി. റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ച് പ്രമുഖ പ്രാദേശിക മാധ്യമങ്ങളാണ് വാർത്ത പുറത്തുവിട്ടത്. ശത്രുതാപരമായ വിദേശ മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തുന്നവർക്ക് 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. മറ്റു വിദേശ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നതിന് മുൻപ് ഇന്റലിജൻസ് മന്ത്രാലയത്തിന്റെ അനുമതി തേടണം. വിദേശകാര്യ മന്ത്രാലയത്തിന് മുൻകൂർ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ വിദേശ എംബസികളുമായോ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുമായോ ബന്ധപ്പെടുന്നത് പിഴയ്ക്കും ചില സാമൂഹിക അവകാശങ്ങൾ റദ്ദാക്കുന്നതിനും കാരണമാകും. വിദേശ രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇറാന്റെ സുരക്ഷയ്ക്കോ സ്വാതന്ത്ര്യത്തിനോ ഭീഷണിയാകുന്ന നയങ്ങളോ നിയമനിർമ്മാണങ്ങളോ മുന്നോട്ട് വെച്ചാൽ പരമാവധി 30 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. ഇത്തരം കേസുകളിൽ റവല്യൂഷണറി കോടതികളാണ് വിചാരണ നടത്തുക. ഇന്റലിജൻസ് മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ വിദേശികൾക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനും സർക്കാർ അംഗീകാരമില്ലാതെ വിദേശ സ്ഥാപനങ്ങളുമായുള്ള ശാസ്ത്ര സാങ്കേതിക സഹകരണങ്ങൾക്കും വിലക്കേർപ്പെടുത്തും. ബില്ലിലെ ഓരോ വകുപ്പും ഇനി പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്ത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമേ ബിൽ അന്തിമ നിയമമായി മാറുകയുള്ളൂവെന്ന് പാർലമെന്ററി ജുഡീഷ്യറി കമ്മിറ്റി അംഗമായ ഒസ്മാൻ സവാരി വ്യക്തമാക്കി. ഇസ്രായേലുമായുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം കൊണ്ട് 5 നിയമങ്ങൾ പ്രകാരം സമാനമായ കേസിൽ പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റ് ഗെർദ് യമാറിക്കെതിരെ 15 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. വിദേശ രാജ്യങ്ങൾക്ക് വിവരങ്ങളും ചിത്രങ്ങളും കൈമാറിയെന്ന ആരോപണത്തിലായിരുന്നു നടപടി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പുകഴ്ത്തി ട്രംപ് ജ്ഞാനേഷ് കുമാറിന്റെ ചോദ്യവും ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ഇന്ത്യയിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡുകളെയും വോട്ടെടുപ്പ് രീതികളെയും പരസ്യമായി പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോട്ടോ പതിച്ച വോട്ടർ ID കാർഡുകൾ നിർബന്ധമാക്കുന്ന സേവ് അമേരിക്ക ആക്ട് US-ൽ ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യവുമായാണ് ട്രംപ് ഇന്ത്യയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയത്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഈ കാര്യം പങ്കുവച്ചത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉന്നയിച്ച ചോദ്യവും ട്രംപ് തന്റെ പോസ്റ്റിൽ പരാമർശിച്ചു. ഫോട്ടോ പതിപ്പിച്ച ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളില്ലാതെ അമേരിക്കയിൽ എങ്ങനെയാണ് വോട്ടെടുപ്പ് നടത്തുന്നതെന്ന് ജ്ഞാനേഷ് കുമാർ US ഉദ്യോഗസ്ഥരോട് ചോദിച്ചതായി ട്രംപ് കുറിച്ചു. 64.6 കോടിയോളം വോട്ടർമാർ പങ്കെടുത്ത ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ 1% താഴെ ആളുകൾ മാത്രമാണ് തപാൽ വോട്ടുകൾ ഉപയോഗിച്ചതെന്നും ഓരോ വോട്ടർക്കും ഫോട്ടോ ID കാർഡുകൾ ഉണ്ടായിരുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ മാതൃക പിന്തുടർന്ന് അമേരിക്കയിലും വോട്ടർ രജിസ്ട്രേഷന് പൗരത്വ തെളിവും വോട്ടും ചെയ്യുന്നതിന് ഫോട്ടോ IDയും നിർബന്ധമാക്കുന്ന സേവ് അമേരിക്ക ആക്ട് എത്രയും വേഗം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറുമായി ജ്ഞാനേഷ് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം. വോട്ടെടുപ്പ് നടത്തിപ്പിലും ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഈ കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് അംബാസിഡർ സെർജിയോ ഗോറും രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണവുമായി യുക്രൈൻ. 800-ലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി മോസ്കോ. റഷ്യൻ അതിർത്തികൾ ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നാണിതെന്ന് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഏകദേശം 822 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടു. റഷ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള 17ഓളം പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു യുക്രൈന്റെ നീക്കം. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയും പരിസര പ്രദേശങ്ങളെയുമാണ് ആക്രമണം പ്രധാനമായും ബാധിച്ചത്.
മോസ്കോ മേഖലയിൽ മാത്രം 187ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചതായും ഇവ പ്രതിരോധിച്ചതായും റീജിയണൽ ഗവർണർ ആൻഡ്രേ ബെക്രോവ് അറിയിച്ചു. മോസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഓൺലൈൻ റീറ്റെയിൽ സ്ഥാപനമായ വൈൽഡ് ബെറീസ് വെയർഹൌസിന് നേരെ ഡ്രോൺ പതിച്ച് വൻ തീപിടുത്തമുണ്ടായി. റഷ്യൻ സൈന്യത്തിന് സഹായം ലഭിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ സ്ഥാപനത്തിന് നേരെ മുൻപും യുക്രൈൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ റഷ്യയും ശക്തമായി തിരിച്ചടി നൽകി. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ ജന്മനാട്ടിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുക്രൈനിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതായി കമ്പനി അധികൃതർ വ്യക്തമാക്കി. കാനഡയ്ക്കെതിരെ 50% തീരുവ ചുമത്താനൊരുങ്ങി ട്രംപ്. വ്യാപാര തർക്കം പരിഹരിക്കാൻ തീവ്ര ശ്രമവുമായി ഇരു രാജ്യങ്ങളും. $2,000 കോടി മൂല്യമുള്ള കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 50% അധിക ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ വ്യാപാര തർക്കം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ശക്തമാക്കി. ആഗസ്റ്റ് 19 അർദ്ധരാത്രി മുതൽ പുതിയ നികുതി പ്രാബല്യത്തിൽ വരുമെന്നാണ് US ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. തർക്കം രൂക്ഷമായതോടെ പതിറ്റാണ്ടുകളായി അടുത്ത സൗഹൃദ ബന്ധം പുലർത്തുന്ന അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര മേഖലയിൽ വലിയ ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഹോക്കി സ്റ്റിക്ക്, തുണിത്തരങ്ങൾ, ആൽക്കഹോൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, സിമന്റ് തുടങ്ങിയ വൈവിധ്യമാർന്ന കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവ ബാധകമാകും. എന്നാൽ ഊർജ്ജ മേഖല, സുപ്രധാന ധാതുക്കൾ, മത്സ്യബന്ധന മേഖല എന്നിവയെ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. 1930 ടാരിഫ് ആക്ടിലെ സെക്ഷൻ 338 അനുസരിച്ചാണ് ട്രംപ് കാനഡയ്ക്കെതിരെ തരംതിരിവുള്ള നികുതി ചുമത്തുന്നത്. അമേരിക്കൻ വാഹനങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, മദ്യം എന്നിവയ്ക്ക് കാനഡ വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ നടപടി. ചർച്ചകൾ വളരെ സങ്കീർണവും സൂക്ഷ്മവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ പരസ്യ പ്രസ്താവനകൾക്ക് സമയമില്ല എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ കാനഡയിൽ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. US അംബാസിഡറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് 2 ലക്ഷത്തിലധികം ആളുകൾ ഒപ്പിട്ട ഹർജിയും ഇതിനകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. US മെക്സിക്കോ കാനഡ വ്യാപാര കരാർ പുനഃസ്ഥാപിക്കാനിരിക്കെ നിലവിലെ വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് സാമ്പത്തിക വിദഗ്ധർ. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.